ഹലോ മച്ചാമാരെ, ഇന്ന് എനിക്ക് കിട്ടിയത് കൈതക്കോര കേട്ടോ. ഈ കൈതക്കോര എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തോടുകളിലും പുഴകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു മീൻ. പക്ഷേ ഏറ്റവും കൂടുതൽ തന്നെ ടേസ്റ്റുള്ള ഒരു മത്സ്യം കൂടിയാണ് ഈ കൈതക്കോര. പല സ്ഥലങ്ങളിലും പല പേരാണ് കേട്ടോ അതിന്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് ഫ്രഷ് ചെയ്ത് ഇതിൻ്റെ ഈ കൈതക്കോര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഊരി വേണം ഇത് ക്ലീൻ ചെയ്യാൻ. നല്ല സോഫ്റ്റും നല്ല രീതിക്ക് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഫ്രൈ എടുക്കാം. ഫ്രൈ എടുക്കാൻ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് ചേർക്കാം. അത് ചേർക്കുമ്പോൾ തന്നെ ഞാനെടുത്തിരിക്കുന്ന സാധാ മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ചെയ്ത പൊടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി വേണ്ടതെന്ന് പറയുമ്പോൾ മഞ്ഞപ്പൊടി ഈ മീനുകൾക്കെല്ലാം മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി. അപ്പോൾ എനിക്കിത് ഗരം മസാലപ്പൊടി കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല എടുത്തത് തന്നെ. പൊടിച്ചിട്ട് ചതച്ച് എടുത്തതേ ഉള്ളൂ. ഇനി കുറച്ച് ഉപ്പ്. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്കിത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുക. അതേപോലെ തന്നെ നമുക്കിതിൽ കരിവേപ്പിലാണ് നമുക്ക് മസ്റ്റായിട്ട്. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റിന് ഏറ്റവും കൂടുതൽ ഒരു കരിവേപ്പില ഉള്ളത് നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് അതുപോലെ തന്നെ ഇത് കരിയത്തില്ല കൂടുതൽ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇത് തിരുമിയെടുത്ത് കുറേ ഒരു അരമണിക്കൂർ വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലകളെല്ലാം ഇതിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. എന്നിട്ട് അതെടുത്ത് വറക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് മുരിഞ്ഞ് വരികയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം നമുക്ക് നല്ല രീതിക്ക് തിരുമിയെടുക്കാം. നല്ല രീതിക്ക് തിരുമി നമുക്കിത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് വറുത്ത് കോരിയെടുക്കണം. അപ്പം നമുക്കിത് വറുത്ത് കോരി റെഡിയാക്കി വരാം. ഓക്കെ, മച്ചന്മാരെ നല്ല രീതിക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.